നമസ്കാരം. കമ്മി സാഹിത്യത്തോളം ഉളുപ്പില്ലാത്ത ഒന്ന് ഈ ഭൂമി മലയാളത്തിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാപ്സ്യൂളുകൾ സൃഷ്ടിക്കുക, അത് പ്രചരിപ്പിക്കുക, ആ കാപ്സ്യൂളുകളിൽ ആറാടി നീതിയെ അട്ടിമറിക്കുക എന്നതാണ് കമ്മി സാഹിത്യകാരന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അഴിമതിക്കും തട്ടിപ്പിനും സ്വജനപക്ഷപാതത്തിനും ദീർഘകാലം ജയിലിൽ കിടന്ന ശിവശങ്കർ എന്ന IAS ഉദ്യോഗസ്ഥനെ വെളുപ്പിക്കാൻ ഈ കമ്മിക്കൂട്ടങ്ങൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ്. പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി പിണറായിയുടെ എല്ലാ തട്ടിപ്പിനും കുടപിടിച്ച് എല്ലാ തട്ടിപ്പിനും കളമൊരുക്കിയ ശിവശങ്കർ ദീർഘകാലം ജയിലിലായിരുന്നു. ജയിലിന് പുറത്തിറങ്ങിയിട്ടും വെളുപ്പിക്കാൻ വേണ്ടി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം ശിവശങ്കറിന് വിനയായി മാറി. എന്നിട്ടും ശിവശങ്കറിനെ സംരക്ഷിച്ച് നല്ല പെൻഷൻ കൊടുത്ത് പിണറായി വിജയൻ വീട്ടിലിരുത്തിയിരിക്കുകയാണ്. മര്യാദയ്ക്ക് പണിയെടുക്കുന്ന ജേക്കബ് തോമസിനെ പോലുള്ളവർക്ക് പെൻഷൻ മുടക്കിയ പിണറായിയാണ് ദീർഘകാലം ജയിലിൽ കിടന്ന ശിവശങ്കറിനെ പെൻഷൻ കൊടുത്ത് വീട്ടിലിരുത്തിയത്. എന്നിട്ട് ഇപ്പോഴിതാ ഒരു പത്രവാർത്തയുടെ ചുവട് പിടിച്ച് വീണ്ടും ഇക്കൂട്ടർ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചതിനെ കുറിച്ച് വാർത്ത പുറത്തു വരുമ്പോൾ അതിൽ ശിവശങ്കറുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നതിന്റെ പേരിൽ ശിവശങ്കറെ വെളുപ്പിക്കാൻ വേണ്ടി മാപ്പറകളെ തെറി പറഞ്ഞുകൊണ്ട് സഖാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അരുൺ ശ്രീകുമാർ എന്ന അന്തം കമ്മി ഇങ്ങനെ എഴുതുന്നു: എല്ലാവർക്കും ഇന്നത്തെ ഒരു സാധാരണ വാർത്ത. ലൈഫ് മിഷൻ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു, ഇടയിൽ എങ്ങോ പറഞ്ഞുപോയി. മുൻ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ശിവശങ്കർ കേസിൽ പ്രതിയല്ല. കുറച്ചുനാൾ മുമ്പ് ഇതുപോലെ മറ്റൊരു വാർത്ത. സ്വർണ്ണക്കടത്ത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു, മുൻ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ പ്രതിപട്ടികയിലില്ല. അതിനും കുറച്ചുനാൾ മുൻപ് മറ്റൊരു വാർത്ത. സ്പ്രിംഗ്ലർ കേസിൽ നിലനിൽക്കില്ല എന്ന് കോടതി, അവിടെ ശിവശങ്കർ പരാമർശം പോലുമില്ല. എടോ എടി പരമ ഡാഷ് ഡാഷ്, എനിക്കറിയാവുന്ന ഏറ്റവും വലിയ തെറിയാണിത്. നിനക്കൊക്കെ അങ്ങേരോട് ക്ഷമ ചോദിച്ചുകൂടെ? ഒരുപറ്റം വൃത്തികെട്ട ആളുകൾ കൂട്ടം ചേർന്ന് കേരളത്തിന്റെ വികസനം പിന്നോട്ട് വലിച്ച് കേരളം കണ്ട മിടുമിടുക്കനായ ഓഫീസർമാർ ഒരാൾ ജീവിതം ജയിലറകളിൽ തകർത്ത ആ ദിനങ്ങൾ ഇന്ന് ഓർക്കാതെ പോകാൻ കഴിയില്ല. ആ നീചന്മാരുടെ കൂട്ടത്തിൽ ചില ഇടതുപക്ഷ നാട്യക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതും വിസ്മരിക്കുന്നില്ല. ഷൈൻ എഴുതിയത് പകർത്തുന്നു എന്ന് പറഞ്ഞാണ് അരുൺ ശ്രീകുമാർ ആവേശം കൊള്ളുന്നത്. TK സുജിത്ത് എന്ന കമ്മി സാഹിത്യകാരൻ മാപ്രകളെന്ന് മാത്രമാണ് വിളിക്കേണ്ടത് എന്ന് ചോദിച്ച് ഷെയർ ചെയ്തപ്പോഴാണ് ഞാനിത് കണ്ടത്. ഞാൻ അതിനടിയിൽ ഒരു കമന്റ് ഇട്ടിരുന്നു: ഈ പുണ്യാത്മാവ് പിന്നെ എന്തിനാണ് മാസങ്ങൾ ജയിലിൽ കിടന്നത്? അപ്പോൾ ആളുകൾ ഓടി വന്ന് അടി തുടങ്ങി. ഷൈൻ AC, ഇത് മനസ്സിലായിട്ടും മനസ്സിലാകാത്ത നാട്യം കളിക്കുന്ന താങ്കളെപ്പോലുള്ള മാപ്ര എന്നോ അതിൽ കൂടുതൽ വിളിക്കുന്നതിൽ തെറ്റില്ല. പണ്ട് കരുണാകരനെ വേട്ടയാടാൻ നമ്പിനാരായണനെ പീഡിപ്പിച്ചതുപോലെയുള്ള ഒരു ഗൂഢാലോചന മാത്രമാണ് ഇതും. പിണറായി അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ഗൂഢാലോചനയിൽ ശിവശങ്കറെ ബലിയാടാക്കി. മനസ്സിലായി കാണില്ല താങ്കൾ എന്ന നാട്യക്കാരനെ, ഒരിക്കലും മനസ്സിലാവുകയുമില്ല. ഇതിൻ്റെ രസമുണ്ട്. നമ്പിനാരായണനെ നശിപ്പിച്ചത് ദേശാഭിമാനിയും CPM-കാരും ചേർന്നാണ്. പിന്നെ അങ്ങനെ തെറിവിളികളും ബഹളമാണ്. ഞാൻ ഒളിവിൽ പോയതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനും ചോദിച്ചു, എന്നെ ഒളിവിൽ പോയ കേസിൽ ഇത്രയും കാലമായിട്ട് പിണറായിയുടെ പോലീസിനെ ഒരു തെളിവെങ്കിലും ഹാജരാക്കി കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവർ പറയുന്നത് പോലെ ശിവശങ്കറിനെ കുറ്റവിമുക്തനാക്കി കേസിൽ നിന്നും ഒഴിവാക്കിയോ? ഇല്ല എന്നതാണ് വാസ്തവം. ലൈഫ് മിഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് CBI കേസിലും ED കേസിലും ശിവശങ്കർ പ്രതിയാണ്. ഇതിൽ ED കേസിന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി വിചാരണ സ്റ്റേജിലെത്തി. UAE-ലെ റെഡ് ക്രസന്റ് നിയമവിരുദ്ധമായി കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങാതെ 19 കോടി രൂപ തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റ് വഴി ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് കൊടുത്തെന്നും അതിൽ 4,40,00,000 രൂപ കമ്മീഷനായി ശിവശങ്കർ അടക്കമുള്ളവർ കൈപ്പറ്റി എന്നുമാണ് കേസ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ 1 രൂപ പോലും സംസ്ഥാന സർക്കാരിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. പിണറായി വിജയൻ ചെയർമാനായിരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി ശിവശങ്കർ നാടകീയമായ നീക്കങ്ങൾ നടത്തിയാണ് ഈ പണം കൊണ്ടുവന്നത്. ഇതിൽ 4.4 കോടി രൂപ UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ശിവശങ്കർ അടക്കമുള്ളവർക്കുമുള്ള കൈക്കൂലിയാണെന്ന് തെളിവുകൾ ED ശേഖരിച്ചു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ തുടങ്ങുകയാണ്. ഈ കേസിൽ നിന്നും ശിവശങ്കറെ ഒഴിവാക്കിയിട്ടില്ല. ഈ കേസിലാണ് ശിവശങ്കർ ജയിലിൽ കിടന്നതും ശിവശങ്കർ ജാമ്യത്തിൽ ഇറങ്ങിയതും. എന്നാൽ ഇതിന്റെ അനുബന്ധമായി CBI ഒരു കേസെടുത്തു. ആ കേസിൽ നിന്നാണ് തൽക്കാലത്തേക്ക് ശിവശങ്കറെ ഒഴിവാക്കിയത്. ശിവശങ്കറെ ഒഴിവാക്കാൻ കാരണമെന്തെന്ന് കോടതിയിൽ CBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ കേസിൽ കേരള പോലീസിന്റെ വിജിലൻസ് ഒരു കേസെടുത്തിരുന്നു. വിജിലൻസ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലെല്ലാം കൊണ്ടുപോയത്. അതുകൊണ്ട് ആ ഫയലുകൾ വേണമെന്ന് നിരവധി തവണ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടും വിജിലൻസ് സഹകരിച്ചില്ല. വിജിലൻസിന് ഇരിക്കുന്ന ഫയൽ കിട്ടാതെ ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതത്രയും നീട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് CBI ശിവശങ്കർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ തൽക്കാലത്തേക്ക് ഒഴിവാക്കി ആദ്യ കുറ്റപത്രം നൽകുന്നു. കേസന്വേഷണം പൂർത്തിയായിട്ടില്ല. കേസന്വേഷണം തുടരും. മറ്റൊരു കുറ്റപത്രത്തിലൂടെ ശിവശങ്കർ അടക്കമുള്ളവരുടെ റോള് പങ്കുവയ്ക്കും. എന്നാൽ അതിന് മുന്നോടിയായി വിജിലൻസ് കൊണ്ടുപോയ ഫയലുകൾ തരേണ്ടതുണ്ട്. ഇതാണ് വാസ്തവം.
പിണറായിയുടെ വിജിലൻസ് ഈ കേസ് അന്വേഷണത്തിൽ CBIയോട് സഹകരിക്കാത്തതുകൊണ്ട്, ആ കേസുമായി ബന്ധപ്പെട്ട നിർണായക ഫയലുകൾ വിജിലൻസ് കൈമാറാത്തത് കൊണ്ട് മാത്രമാണ് ശിവശങ്കർക്കെതിരെയുള്ള കുറ്റപത്രം തൽക്കാലത്തേക്ക് കൊടുക്കാതെ കുറ്റപത്രത്തെ സ്പ്ലിറ്റ് ചെയ്ത് യൂണിടാക് എന്ന കടലാസ് കമ്പനിയിലൂടെ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത സന്തോഷ് ഈപ്പൻ, കുടപിടിച്ച സരിത്ത്, സ്വപ്ന സതീഷ് അടക്കമുള്ളവരെ പ്രതി ചേർത്ത് കേസ് കൊടുത്തത്. ഇവിടെ ശിവശങ്കറിനെയും UV ജോസിനെയും ഒക്കെ വെറുതെ വിട്ടിട്ടില്ല. അവർക്കെതിരെയുള്ള കേസ് തുടരുകയാണ്, അന്വേഷണം തുടരുകയാണ്. ഭരണം മാറിയ സാഹചര്യത്തിൽ വിജിലൻസ് ഫയൽ കൈമാറും എന്ന പ്രതീക്ഷയാണ് CBIക്കുള്ളത്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ CBI ഇവരൊക്കെ പ്രതി ചേർക്കും. ഇതൊക്കെ സത്യമാണെന്നിരിക്കെ എന്തിനാണ് ഇക്കൂട്ടർ ഇങ്ങനെ നുണ പറയുന്നത്? എത്ര നുണ പറഞ്ഞാലും നിങ്ങൾ കഴിഞ്ഞ 10 വർഷം ഈ നാടിനോട് ചെയ്ത പാതകം, വൃത്തികേടുകൾ, നീതി നിഷേധം, നിരപരാധികളെ വേട്ടയാടൽ, അഴിമതിക്കാരെ സംരക്ഷിക്കൽ, ഇതൊന്നും ജനം മറന്നിട്ടില്ല, മറക്കുകയുമില്ല. നിങ്ങളുടെ കമ്മി സാഹിത്യം ബുദ്ധിയില്ലാത്ത മണ്ടന്മാരായ അടിമകളായ സഖാക്കൾ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ പൊതുസമൂഹം വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു എന്ന് അന്തം കമ്മികളായ അടിമകൾ തിരിച്ചറിയുക.